കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളം ഭരിച്ചത് 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ: ആർ ശങ്കർ, കെ കരുണാകരൻ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി. ആദ്യം 3 പേരുടെയും മക്കൾ ബി.ജെ.പിയിൽ ചേർന്നു. ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറാണ് ആദ്യം ബി.ജെ.പി ആയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലുമെത്തി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് താമര അടയാളത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഉമേഷ് ചള്ളിയിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി. CPI നേതാവ് KP രാജേന്ദ്രനാണ് ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയത്. രാജ്യത്തു തന്നെ ബി.ജെ.പിയിലേക്കുള്ള കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ വരവിന് 2 പതിറ്റാണ്ട് മുൻപ് തുടക്കമിട്ടതും മോഹൻ ശങ്കറാണെന്നും പറയാം. ആന്റണിയുടെ മകൻ അനിലാണ് പിന്നീട് ബി.ജെ.പിയിൽ ചേർന്നത്. US-ലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ കാസ്പർ ലാബ്സ് തുടങ്ങിയ ആഗോള കമ്പനികളിൽ സേവനമനുഷ്ഠിച്ച ശേഷം 2019 ജനുവരിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററായി ചുമതലയേറ്റു. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി അനിൽ നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണം ഏറെ പ്രശംസ നേടിയിരുന്നു. ഇതാണ് അനിലിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. കർണാടക, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളുടെ ഡിജിറ്റൽ പ്രചാരണ ചുമതലകൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നു. ഗുജറാത്ത് കലാപം സംബന്ധിച്ച BBC-യുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസും അനിൽ ആന്റണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയെ രാജ്യത്ത് വിലക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ എതിർത്തു. എന്നാൽ അനിൽ BBC-യെ വിമർശിച്ചാണ് രംഗത്തെത്തിയത്. BJP-യോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ടുതന്നെ ഡോക്യുമെന്ററിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. പിന്നീട് പലപ്പോഴായി കോൺഗ്രസ് നിലപാടുകളെ പരസ്യമായി വിമർശിച്ച അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടിയിലെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നാലെ കഴിഞ്ഞ വർഷം BJP-യിലേക്കുള്ള കൂടുമാറ്റം ദേശീയ സെക്രട്ടറിയും വക്താവുമാക്കി. അവസാനം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും BJP ആയി. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJP-യിൽ പോകുന്നതിനെ കുറിച്ച് പത്മജയുടെ പോസ്റ്റ് ഇതായിരുന്നു: കരുണാകരന്റെ മക്കളായും ആന്റണിയുടെ മക്കളായും അവർ ജനിച്ചതു മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതുമെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ്. അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും. അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വിഷമങ്ങൾ പലർക്കുമുണ്ട്. അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് പോയാൽ മാത്രമേ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്നാണ് പത്മജ പോസ്റ്റിൽ പറയുന്നത്. ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കളാണ് BJP-യിൽ ചേരാൻ ബാക്കിയുള്ളത്. ചാണ്ടി ഉമ്മനോ അച്ചു ഉമ്മനോ എന്ന ചോദ്യം ഉയർന്നു തുടങ്ങി.